എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. വി ഡി സതീശൻ്റെ ഒരു വലിയ പ്രസ്താവനയുണ്ട്. 1 ഡസനോളം വരുന്ന മന്ത്രിമാർ കേരളത്തിൽ പരാജയപ്പെടാൻ പോകുന്നു എന്ന്. നമുക്ക് അറിയാവുന്നതുപോലെ ഈ 1 ഡസൻ മന്ത്രിമാർ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ നിലവിലുള്ള എല്ലാ മന്ത്രിമാരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കറിയാം, മുഖ്യമന്ത്രിയുണ്ട്. ഇങ്ങോട്ട് ഓരോ മന്ത്രിമാരെയും എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ മന്ത്രിമാരെല്ലാവരും 1 ഡസൻ എന്ന് പറഞ്ഞാൽ 12 എണ്ണമാണെന്ന് വി ഡി സതീശൻ അറിയാൻ വയ്യാഞ്ഞിട്ടാണോ ഇനി അതല്ല വേറെ എന്തെങ്കിലും ആണോ എന്നറിയത്തില്ല. എങ്കിലും പോട്ടെ, 1 ഡസനോളം മന്ത്രിമാർ പരാജയപ്പെടും നമ്മുടെ സംസ്ഥാനത്തിനുള്ളിൽ. എന്നാൽ നമ്മൾ ഒരു കണക്കുകൾ പരിശോധിക്കുമ്പോൾ 1 ഡസൻ എന്ന് പറഞ്ഞാൽ 12 എണ്ണമാണ്, 12 മന്ത്രിമാരാണ്. ഈ 12 മന്ത്രിമാർ പരാജയപ്പെടുന്നു. കൊള്ളാം, നല്ല കാര്യം. അപ്പോൾ ഏതൊക്കെ മന്ത്രിമാരാണ്, ആരൊക്കെയാണ്, എവിടെയൊക്കെ മത്സരിക്കുന്നവരാണ് പരാജയപ്പെടുക എന്നുള്ള കാര്യം കൂടി ഒരുപക്ഷെ വി ഡി സതീശൻ പറയേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ആകെയുള്ളത് നമുക്കറിയാവുന്ന പോലെ നെടുമങ്ങാട് എന്ന് മത്സരിക്കുന്ന GR അനിലാണ് ഉള്ളത്. CPIയുടെ ഒരു മന്ത്രിയാണ്. അദ്ദേഹം അവിടെ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും, തിരുവനന്തപുരം. അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ പരിഗണിക്കുമ്പോൾ തെക്ക് വടക്ക് എന്ന് പറയുന്ന 2 തലത്തിൽ നിർത്തിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് തെക്കൻ ജില്ലകളും വടക്കൻ ജില്ലകളും എന്ന് പറയുന്ന 2 തരത്തിൽ നമുക്കൊന്ന് അവിടുത്തെ ഒരു ഭൂരിപക്ഷം നമുക്ക് നോക്കാം. ആദ്യം തെക്കൻ ജില്ല പരിശോധിക്കാം. തെക്കൻ ജില്ലകളിൽ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത് തിരുവനന്തപുരമുണ്ട്, കൊല്ലമുണ്ട്, പത്തനംതിട്ടയുണ്ട്, ആലപ്പുഴയുണ്ട്, കോട്ടയമുണ്ട്, ഇടുക്കിയുണ്ട്. ഇത്രയും ഏകദേശം 6 ജില്ലകൾ നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് തെക്കൻ ജില്ലകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ തെക്കൻ ജില്ലകളിൽ ആകെ 53 മണ്ഡലങ്ങളാണുള്ളത്. അതായത് തെക്കൻ ജില്ലകൾ മൊത്തത്തിൽ 53 നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിൽ ഉള്ളത്. ഇതിൽ നമ്മൾ നോക്കിയാൽ കാണാം, അതിലേറ്റവും കൂടുതൽ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 14 മണ്ഡലങ്ങളുള്ള തിരുവനന്തപുരം ജില്ല തന്നെയാണ് അതിലേറ്റവും വലിയ ജില്ല. കാരണം അവിടെ 14 മണ്ഡലങ്ങളാണ് മൊത്തത്തിലുള്ളത്. ഈ 14 മണ്ഡലങ്ങളിൽ ഈ പറയുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ UDF വിജയിച്ചിരിക്കുന്നത് കേവലം ഒറ്റയിടത്ത് മാത്രമാണ്. അതായത് ഒരൊറ്റ മണ്ഡലത്തിൽ മാത്രമാണ്. അതായത് കോവളത്ത് വിൻസെൻറ്റിൻ്റെ ഒരു സീറ്റ് മാത്രമാണ് UDFന് കഴിഞ്ഞ തവണ 2021 തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരിക്കുന്നത്. അതായത് മൊത്തം 53 സീറ്റുകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിൽ മൊത്തം UDFന് ആകെ അവിടെ കിട്ടിയിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം ആകെ 9 എണ്ണമാണ്. അതായത് ഈ 6 ജില്ലകളിൽ നിന്നായി UDF നേടിയിരിക്കുന്നത് വെറും 9 സീറ്റുകൾ മാത്രമാണ്. നിലവിലൊരു 50-50 ചാൻസ് എന്നുള്ളത് നമുക്ക് കണക്കാക്കി നോക്കിക്കഴിഞ്ഞാലും ഏകദേശം 26 സീറ്റ് നമുക്ക് നോക്കാം. 26 സീറ്റാണ് അവിടെ മിനിമം 50 എന്ന് പറയുന്ന, അതായത് 50% വിജയിച്ചു കഴിഞ്ഞാൽ ഈ തെക്കൻ ജില്ലകളിൽ UDF നേടേണ്ടത് 26 സീറ്റ്. നമുക്ക് അങ്ങനെ ഒരു കണക്ക് വെക്കാം. മൊത്തം 53 ആണെന്ന് പറഞ്ഞു, അതിൽ 26 കൂട്ടിക്കോ, 26 സീറ്റ് നേടിയാൽ മതി, 50% വിജയിച്ചു. അവിടെ തന്നെ ഏകദേശം 17 സീറ്റിന് പിന്നിലാണ് UDF ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനിയും ഒരു 17 സീറ്റ് കൂടി UDF എന്ന് പറയുന്ന മുന്നണിക്ക് അവിടെ നിന്ന് പിടിക്കണം. തിരുവനന്തപുരം അല്ല, തെക്കൻ ജില്ലകളിൽ നിന്ന് പിടിക്കേണ്ടി വരും. എന്നാൽ അതിന് നിലവിലുള്ള സാധ്യതകളുണ്ടോ? ഇപ്പോൾ തിരുവനന്തപുരത്ത് 14 മണ്ഡലങ്ങളുണ്ട്. ഈ 14 മണ്ഡലങ്ങളിൽ ആകെ വിജയസാധ്യത അവകാശപ്പെടാൻ കഴിയാവുന്ന 1-2 മണ്ഡലങ്ങൾ കൂടി ഇനി ഉണ്ടാകും. വരിവിക്കര വി ശിവകുമാർ മത്സരിക്കുന്നു. ചിലപ്പോൾ അവിടെ ഒരു മാറ്റം ഉണ്ടാകും. കാട്ടാക്കടയിലേക്ക് നോക്കിയാൽ അവിടെ IV സതീശൻ തന്നെ മുൻതൂക്കം ഉണ്ടാവും. ഇങ്ങോട്ട് നിന്ന് പാറശാല നോക്കിയാൽ CK ഹരീന്ദ്രൻ തന്നെ വിജയിക്കാനാണ് സാധ്യത. നേമത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വി ശിവൻകുട്ടിക്കാണ് പ്രാധാന്യം. അപ്പോൾ അങ്ങനെ ഓരോ മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും അവിടെയെല്ലാം ഒരു വലിയ രീതിയിൽ മുന്നോട്ട് നിൽക്കുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന LDFന് തന്നെയാണ്. തിരുവനന്തപുരം സെൻട്രലിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായേക്കാം എന്ന് പ്രതീക്ഷിക്കാം. തിരുവനന്തപുരം സെൻട്രലിൽ ഒരുപക്ഷെ കരമന സുധീർ പരാജയപ്പെടാനുള്ള സാധ്യത ഒരു 50% എങ്കിലും അവിടെ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും നിലവിലുള്ള സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ നിലവിലുള്ള MLAമാർ വിജയിച്ച് കയറും എന്നുള്ളതാണ് നമുക്ക് ഏറെക്കുറെ ഈ തിരുവനന്തപുരം ജില്ലയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ കൊല്ലമാണ്. കൊല്ലം ജില്ലയിൽ 11 മണ്ഡലങ്ങളിൽ ആകെ 2 മാത്രമാണ് ഇത്തവണ 2021 UDF ജയിച്ചിരിക്കുന്നത്. 2 മണ്ഡലം, ഒന്ന് കരുനാഗപ്പള്ളിയും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കുണ്ടറയുമാണ്.
എന്നാൽ കരുനാഗപ്പള്ളിയും ഇത്തവണ കുറച്ച് പ്രശ്നത്തിലാണ്. കാരണം ഈ കരുനാഗപ്പള്ളി MLA ആയ CR മഹേഷിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് പലയിടങ്ങളിലും പല ആൾക്കാരും ഇന്നവിടെ മത്സരിക്കാൻ സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്ന ആൾക്കാരും അവിടെ നിന്ന് BJPയിലേക്ക് തൊടിയൂർ രാമേന്ദ്രൻ അടക്കമുള്ളവർ മാറിപ്പോയപ്പോഴും ഇതിലെല്ലാം യഥാർത്ഥ കാരണക്കാരൻ ഈ പറയുന്ന CR മഹേഷ് എന്ന് പറയുന്ന നേതാവാണ്, MLA ആണ് എന്നുള്ള ഒരു വലിയൊരു പ്രചരണം അവിടെ നടക്കുന്നുണ്ട്. തന്നെയുമല്ല, അവിടെ ഇത്തവണ മത്സരിക്കാൻ ഇറങ്ങുന്ന MS താരയെ പോലെ ഒരു സ്ഥാനാർത്ഥി കൂടി വന്നപ്പോൾ അവർ ഒരു വനിതാ കമ്മീഷനിലൊക്കെ ഉണ്ടായിരുന്ന ഒരു നേതാവാണ് ഈ MS താരയും കൂടി വന്നപ്പോൾ അവിടുത്തെ പ്രചരണ രംഗത്തിൽ ഇതുവരെ മേൽക്കൈ ഉണ്ടായിരുന്ന CR മഹേഷിൻ്റെ ആ ഒരു പ്രാമാണിത്യം താഴോട്ട് കരുനാഗപ്പള്ളിയിൽ പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ കുണ്ടറ പിടിച്ചടക്കിയത് BJPയുമായിട്ടുള്ള PC വിഷ്ണു അതിൻ്റെ ഒത്തുകളിയായിരുന്നു. അതുകൊണ്ടാണ് വളരെ കുറഞ്ഞ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ PC വിഷ്ണു അവിടെ ജയിക്കാൻ കഴിഞ്ഞത്. ബാക്കി കൊല്ലം മണ്ഡലം എടുത്ത് പരിശോധിക്കുമ്പോൾ കൊല്ലം മണ്ഡലത്തിൽ വേണമെങ്കിൽ ചവറ കൂടി കൂട്ടി വായിക്കാം. ഇത്തവണ ഷിബു ബേബി ജോൺ എന്തെങ്കിലും കള്ളക്കളിയൊക്കെ നടത്തിയിട്ട് ഷിബു ബേബി ജോൺ അവിടെ നിന്ന് വിജയിക്കാനുള്ള ഒരു സാധ്യത വേണമെങ്കിൽ നമുക്കവിടെ കാണാം. എന്നതിനപ്പുറത്തേക്ക് ഒരു കാരണവശാലും അവിടെ വേറൊരു വലിയ രാഷ്ട്രീയ മാറ്റമൊന്നും കൊല്ലം മണ്ഡലത്തെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ വളരെ കുറവാണ്. കൊല്ലം അങ്ങനെ പോകുന്നു. പിന്നീട് അങ്ങോട്ട് നോക്കിയാൽ പത്തനംതിട്ട ഇതുവരെ ഒരെണ്ണം പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പത്തനംതിട്ടയിൽ ഒരു സീറ്റ് പോലും അക്ഷരാർത്ഥത്തിൽ ഇവിടെ പറയുന്ന UDFിനില്ല. അപ്പോൾ അവിടെയും ഒരു പക്ഷേ ഇവർ പ്രതീക്ഷിക്കുന്ന ആറന്മുള പോലെ ഒരു മണ്ഡലമായിരിക്കാം, അല്ലെ അടൂർ പോലെയുള്ളൊരു മണ്ഡലമായിരിക്കാം. എന്നാൽ തന്നെയും അവിടെയും 5-ൽ നിന്ന് 5 സീറ്റ് ആകെയുള്ളതിൽ കൂടി വന്ന ഒരു 2 എണ്ണം കിട്ടിയാലും മേൽക്കൈ അവിടെയും LDFിന് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. പിന്നീട് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആലപ്പുഴയെ നോക്കാം. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം 9-1 ആകെയുള്ള 9-ൽ ആകെപ്പാടെ ഒരെണ്ണമാണ് വിജയിച്ചിരിക്കുന്ന ഹരിപ്പാട്. എന്നാൽ ഇത്തവണ ഹരിപ്പാട് രമേശ് ചെന്നിത്തല ജയിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഇനി കായംകുളത്തേക്ക് വരൂ. കായംകുളത്ത് ലിജു മത്സരിക്കുന്നു. ലിജു ജയിക്കുമോ? ഇല്ല. ലിജു എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ പരാജിതനാക്കാൻ വേണ്ടി കൊണ്ട് നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു മറ്റൊരു തലത്തിലുള്ള ഒരു ജാതീയമായ ഒരു കോപ്പുകൂട്ടൽ കൂടി അവിടെ നടക്കുന്നതുകൊണ്ട് ലിജുവിനെ സംബന്ധിച്ചിടത്തോളം കായംകുളത്ത് വിജയിച്ച് കയറുക എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും വലിയ പ്രഹേളിക തന്നെയാണെന്ന് പറയേണ്ടി വരും. തന്നെയുമല്ല, അവിടെ BDJSന്റെ സ്ഥാനാർത്ഥിയാണ് തമ്പി മേട്ടുതറ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവിടെയും BJPയുടെ വോട്ട് കൂടി പലർക്കും സ്പ്ലിറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ആ വോട്ടുകൾ ഒരിക്കലും BDJSനെ എതിർത്ത് കൊണ്ടുവരുന്ന ആ വോട്ടുകൾ ഒരിക്കലും ലിജുവിലേക്ക് പോകില്ല എന്നുള്ളതാണ് വാസ്തവമായ ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ആ ഹരിപ്പാട് മണ്ഡലം തന്നെ വീണ്ടും പിടിച്ചു നിർത്തേണ്ടി വരും. അമ്പലപ്പുഴ ഇനി ഏതെങ്കിലും പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഈ പറയുന്ന പോലെ പാർട്ടിക്ക് നല്ല വേരോട്ടമുള്ള മണ്ണാണ്. പക്ഷേ എങ്കിൽ തന്നെയും ഒരു പക്ഷേ ജി സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിപ്രഭാവത്തിൻ്റെ പുറത്ത് കിട്ടിയാൽ മാത്രം അവിടെ വിജയിക്കും എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയ പ്രാധാന്യം നൽകേണ്ടതില്ലാത്ത ഒരു മണ്ഡലമാണ് ഈ പറയുന്ന ആലപ്പുഴ ജില്ലയിലുള്ള അമ്പലപ്പുഴ. അപ്പോൾ തന്നെ അവിടെയാണെങ്കിൽ തന്നെയും കൂടി വന്ന ഒരു 2 സീറ്റിനപ്പുറത്തേക്ക് ആലപ്പുഴ ജില്ലയിൽ ഈ UDFന് കിട്ടാനുള്ള സാധ്യതയുമില്ല. പിന്നെ കോട്ടയത്ത് പിന്നെയും വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ 9 എണ്ണത്തിൽ 4 UDF വിജയിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അത് 5ഓ 6ഓ ആക്കി മാറ്റി അവിടെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പിടിച്ചടക്കൽ. എന്നാലും പാലായുടെ കാര്യം സംശയമാണ്. പാലായിൽ ഇയാൾക്കെതിരായി മാണി സി കാപ്പനെതിരായി ശക്തമായൊരു വികാരം നിലവിലുണ്ട്. അദ്ദേഹം വെറുതെ കള്ളുകുടിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു MLA ആണ് എന്ന് അവിടുത്തുകാർ പോലും പലരും വിളിച്ചു കൂവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വല്ലാത്ത വികസനമൊന്നും പാലാ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്ന അടക്കമുള്ള ഒരു പ്രചരണവും ഈ മാണി സി കാപ്പനെതിരായി നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ തെക്കൻ ജില്ലകളിൽ ആകെ മൊത്തം പരിശോധിക്കുമ്പോൾ തെക്കൻ ജില്ലകളിൽ വലിയൊരു വീഴ്ച UDFന് ഇത്തവണയും നേരിടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവർക്ക് വർദ്ധിപ്പിക്കേണ്ടത് 26 സീറ്റ് എന്ന് പറയുന്ന ഒരു നിലവാരത്തിലേക്ക് മിനിമം എത്തേണ്ട ഒരവസ്ഥ UDFനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ജില്ലകളിൽ 6 ജില്ലകളിൽ നിന്നുണ്ടാകേണ്ടത് ആവശ്യമാണ്. അതായത് 26 സീറ്റ് ഏറ്റവും കുറഞ്ഞ ഉണ്ടെങ്കിൽ മാത്രമേ നേരിയ പ്രതീക്ഷയെങ്കിലും UDFന് തെക്കൻ ജില്ലകളിൽ വെച്ച് പുലർത്താൻ സാധിക്കൂ. പിന്നെ അവർക്ക് ആകപ്പാട പ്രതീക്ഷയുള്ള 2 ജില്ലകൾ വടക്കോട്ടുള്ളതാണ്. ഒന്ന് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം 14 മണ്ഡലങ്ങളിൽ 9 എണ്ണം വിജയിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ 1ഓ 2ഓ കൂടി പിടിച്ചാലും കുഴപ്പമില്ലാത്ത ഒരു സാഹചര്യം എറണാകുളത്തുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ കാസർഗോഡ് സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അവിടെ 2 വിജയിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അവിടെ ഒരെണ്ണം കൂടി മഞ്ചേശ്വരം കൂടി വേണം കിട്ടാൻ സാധ്യതയുണ്ട്. കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം വേറൊന്നും പ്രതീക്ഷിക്കേണ്ട. 11 എന്ന് പറയുന്ന മണ്ഡലങ്ങളിൽ ആകെ 2 ചിലപ്പോൾ അത് 2 എണ്ണത്തിൽ എനിക്ക് തോന്നാനുള്ള സാധ്യത പയ്യന്നൂർ നഷ്ടപ്പെടാനുള്ള പയ്യന്നൂർ തളിപ്പറമ്പ് ഒന്നും വലിയ പ്രതീക്ഷയോടുകൂടി കാണേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള 2 സീറ്റുകൾ ചിലപ്പോൾ ആ 2 സീറ്റും കൂടി UDFന് നഷ്ടപ്പെടാനുള്ള സാധ്യത അവിടെയുണ്ട്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു തലം വരുമ്പോൾ അത് എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാര്യമായിട്ട് ഉറ്റുനോക്കേണ്ടത്. വയനാട്ടിൽ ആകെ 3 മണ്ഡലങ്ങളാണ്
സുൽത്താൻ ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ. എന്നാൽ വയനാടിൻ്റെ പൊതുവികാരം യു ഡി എഫിന് എതിരായിട്ടാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ആ ഒരു വികാരം കണക്കിലെടുത്തു കഴിയുമ്പോൾ ഇത്തവണ ഏത് മണ്ഡലം എൽ ഡി എഫിനൊപ്പം നിൽക്കും എന്നുള്ള ഒരു വലിയ ചോദ്യം ഇവിടെയുണ്ട്. അപ്പോഴും നമുക്കവിടെ നോക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പം നിലവിൽ അങ്ങനെ വടക്കൻ ജില്ലകളെല്ലാം കൂടി പരിശോധിക്കുമ്പോൾ നിലവിൽ 87 സീറ്റുകളാണ് നിലവിൽ ഉള്ളത്. അപ്പം അതായത് ഈ 87 സീറ്റിൽ ഒരു 50-50 ചാൻസ് എന്ന് പറഞ്ഞാൽ 44 സീറ്റ് മിനിമം യു ഡി എഫിന് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ 87 സീറ്റിൽ യു ഡി എഫിനൊപ്പമുള്ളത് വെറും 32 സീറ്റുകൾ മാത്രമാണ് എന്ന് ആലോചിക്കുക. ഇതിൽ മലപ്പുറത്തുള്ള 12 സീറ്റുകളിൽ 11 സീറ്റുകൾ ലീഗിൻ്റേതാണ് എന്ന് നമ്മൾ ആലോചിക്കുക. കോഴിക്കോട് ജില്ലയിൽ കിട്ടിയിരിക്കുന്ന 2 സീറ്റുകൾ ഒന്ന് കെ രമയുടേതും ഒന്ന് ലീഗിൻ്റേതുമാണ് എന്ന് ആലോചിക്കുക. അതായത് പിന്നെ ഈ പറയുന്ന കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് ആകെ 2 സീറ്റുകളുള്ളൂ. അതൊന്ന് കെ രമയും ഒന്ന് ലീഗുമാണ്. മലപ്പുറത്ത് യു ഡി എഫ് നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, നേരത്തെ സൂചിപ്പിച്ചല്ലോ, 12 സീറ്റുകളും ഉണ്ട്. പാലക്കാട് ആകെ 12 സീറ്റുള്ളതിൽ ആകെ 2 മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാലോചിക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിൽ 44 സീറ്റ് മിനിമം ഉണ്ടാകേണ്ടിടത്തേക്ക് ഇനിയും 12 സീറ്റുകൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ 12 സീറ്റ് കൂടി കൊണ്ടുവന്ന് നില മെച്ചപ്പെടുത്തിയെങ്കിൽ മാത്രമേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. അതായത് നിലവിൽ യു ഡി എഫ് ഈ പറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകണം എന്നുണ്ടെങ്കിൽ, അതായത് ഒരു 50% സീറ്റുകൾ കേരളത്തിൽ ഈ 140 മണ്ഡലങ്ങളിൽ പിടിച്ചെടുത്ത് വിജയിക്കണമെങ്കിൽ യു ഡി എഫിനെയും വിജയിക്കേണ്ട സീറ്റുകളുടെ എണ്ണം 56-ലധികം വരും. 56-ലധികം സീറ്റുകളിൽ യു ഡി എഫ് വിജയിച്ചെങ്കിൽ മാത്രമേ ഇനിയും ഒരു 50% എന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് എത്താൻ പറ്റൂ. അതും കഴിഞ്ഞിട്ട് പോയാലേ ഈ പറയുന്ന കേവല ഭൂരിപക്ഷം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, യു ഡി എഫ് ഇന്നത്തെ സാഹചര്യത്തിൽ യു ഡി എഫിനെ കൊണ്ട് ഈ 56 സീറ്റ് എന്ന് പറയുന്നത് വിജയിക്കാൻ സാധിക്കുമോ? പിന്നല്ലേ ഒരു ഡസൻ മന്ത്രിമാർ നോക്കുന്ന കാര്യം. ഈ 56 സീറ്റിൽ ജയിക്കാൻ കഴിയുമോ? ഈ 56 സീറ്റിൽ ഒരു 15 സീറ്റ് വിജയിച്ചു എന്ന് വെച്ചു, ഇപ്പോൾ ഒരു 10 സീറ്റ് വിജയിച്ചു എന്ന് വെച്ചു, അല്ലെ 20 സീറ്റ് വിജയിച്ചു എന്ന് വെച്ചു. എന്നാലും വീണ്ടും 50% എത്താൻ വീണ്ടും കടമ്പകൾ 20 സീറ്റ് വിജയിച്ചാൽ പോലും 36 സീറ്റ് വീണ്ടും വിജയിക്കേണ്ടി വരും. 20 സീറ്റ് കൂടുതൽ കിട്ടിയിരുന്നാലും വിജയിക്കേണ്ടി വരിക 36 സീറ്റുകളാണ്. അപ്പം കുറഞ്ഞ കളിയൊന്നും കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായില്ലേ? യു ഡി എഫ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് കേരളത്തിൽ ഇത്തവണ 2026 ഭരണം പിടിക്കണമെങ്കിൽ യു ഡി എഫിന് നിലവിലുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ടും ഇത്രയേറെ അഴിമതി ആരോപണങ്ങൾ നേരിട്ടിരിക്കുന്ന സാഹചര്യത്തിലും യു ഡി എഫ് വലിയ കടമ്പ തന്നെ കടക്കേണ്ടി വരും. 56 സീറ്റ് എന്ന് പറയുന്ന ഏറ്റവും കുറഞ്ഞ കടമ്പ ചാടിക്കടന്ന് ഒരു 60 സീറ്റിലേക്കെങ്കിലും അവരുടെ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് ഉയർത്തേണ്ടി വരും. ആ ഉയർത്താൻ ഇവർക്കിപ്പോൾ സാധിക്കുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ കണ്ടറിയേണ്ടത്. സംഘടനാ സംവിധാനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പിന്നെ വർഗീയമായ ചേരിതിരിവുകൾ ഉണ്ടാക്കുക. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് യു ഡി എഫ് ഇത്രത്തോളം തരംതാണ ഗെയിമുകൾ നടത്തിയത്? വർഗീയ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചു, ശബരിമല അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, കള്ളപ്രചരണങ്ങൾ വ്യാപകമായി അഴിച്ചുവിട്ടു, വയനാട് ഫണ്ടിൻ്റെ കാര്യത്തിൽ പോലും വ്യാപകമായ കള്ളപ്രചരണം നടത്തുന്നു, നാടകങ്ങൾ കളിക്കുന്നു. ഇതിൽ നിന്നെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ഈ 56 എന്ന് പറയുന്ന സംഖ്യ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രശ്നകരമായ ഒരു സംഖ്യയാണ്. ആ സംഖ്യയിലേക്ക് എത്താൻ പാടാണ്. നിലവിലത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു 78-80 സീറ്റിനകത്ത് എൽ ഡി എഫ് തന്നെ തുടർഭരണത്തിലേക്ക് എത്തുന്ന സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കാരണം ഈ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വിട്ടുകൊടുക്കുന്ന സീറ്റുകൾ എത്രയായിരുന്നാലും ശരി, യു ഡി എഫിൻ്റെ ഒരു സ്ഥിരം ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെയുണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ തന്നെ എൽ ഡി എഫിന് സുഖകരമായി വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മണ്ഡലങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.